നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടകര MDMA കേസിലെ അധ്യാപികമാരെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ നമ്മളൊക്കെ കേട്ടു. സംഭവം അറിഞ്ഞ് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും വിശ്വസിക്കാതെ നിൽക്കുന്ന ഒരു വലിയ സമൂഹമാണ് കോഴിക്കോട്ടുകാർ. കാരണം ഈ പറയുന്ന അറസ്റ്റിലായിട്ടുള്ള അധ്യാപികമാരിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള കീർത്തന എന്ന് പറയുന്ന യുവതി, അവർ നാട്ടുകാരോടും വീട്ടുകാരോടും നടത്തിയിരുന്ന പെരുമാറ്റം അത്രമാത്രം മാതൃകാപരമായിരുന്നു എന്നുള്ളതായിരുന്നു. എല്ലാത്തിനും ഓടിച്ചാടി നടക്കുന്ന ഒരു പെൺകുട്ടി, എന്ത് കാര്യമുണ്ടെങ്കിലും ഒരു മടിയുമില്ലാതെ എല്ലാവരോടും സംസാരിച്ച് അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പെൺകുട്ടി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ, അതിനേക്കാളുപരി ഒരു കുട്ടിയുടെ അമ്മ. ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ വളരെ ആത്മാഭിമാനത്തോടെയായിരുന്നു നോക്കിക്കണ്ടത്. പക്ഷേ ഇങ്ങനൊരു ടെസ്റ്റ് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പകൽ വെളിച്ചത്തിൽ മാന്യയായ അധ്യാപികയായിട്ടുള്ള അവർ രാത്രികാലങ്ങളിൽ ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ അടക്കം ഭാവി തുലയ്ക്കുന്ന ഒരു ലഹരി മാഫിയ കേഡറായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ. സംഭവം തെളിവ് സഹിതം പുറത്തു വന്നിട്ടും കീർത്തനയുടെ ഒരു ആത്മവിശ്വാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത ആദ്യ ദിവസം സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരുമ്പോൾ, അല്ലെങ്കിൽ മീഡിയക്കാർ അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, കാര്യം എന്തെന്നറിയാതെ നിങ്ങൾ എൻ്റെ വീഡിയോ എടുക്കരുത് എന്ന്. അന്ന് അവർ ആ പറഞ്ഞ കാര്യങ്ങളിൽ ചില സത്യങ്ങളുണ്ട് എന്ന് പല ആളുകളും കുറിച്ചു. ആ പെൺകുട്ടിക്ക് എന്താണ് പറയാനുള്ളതെന്ന് പോലീസ് മനസ്സിലാക്കിയതിനു ശേഷം വേണം അവളെക്കുറിച്ച് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടാൻ എന്നുള്ളതും പലരും പ്രതികരിച്ചിരുന്നു. പക്ഷേ തെളിവ് സഹിതം കീർത്തനയാണ് ഇതിൻ്റെ മെയിൻ എന്നും, കീർത്തന പറയുന്നത് പോലെയാണ് മറ്റുള്ളവർ പ്രവർത്തിച്ചതെന്നും, മറ്റു രണ്ട് അധ്യാപികമാരെയും ഇത്തരത്തിൽ ലഹരി വിൽക്കാൻ നിർബന്ധിച്ചതും ആ വലയിലാക്കിയതും കീർത്തനയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം കീർത്തനയെ കസ്റ്റഡിയിൽ പോലീസ് വാങ്ങിയിരുന്നു. ആ സമയത്ത് മീഡിയക്കാരെ കണ്ടപ്പോൾ കീർത്തന കാണിച്ച ആത്മവിശ്വാസം അതൊട്ടും കുറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത്. അതായത് കീർത്തനയെ പുറത്തുനിന്ന് രക്ഷപ്പെടുത്താൻ ആരോ ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസം കീർത്തനയ്ക്കുള്ളതുപോലെയാണ് സംസാരം. ഞാൻ ഒരു ലഹരിയും വിറ്റിട്ടില്ല, ഞാൻ അങ്ങനെ വിൽക്കില്ല, ഞാനൊരു കുട്ടിയുടെ അമ്മയാണ്, ഞാനൊരു സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞ് കീർത്തന സിമ്പതി കാർഡുകൾ, വിക്ടിം കാർഡുകൾ ഉപയോഗിക്കുകയാണ് എന്നുള്ളത് വ്യക്തമാണെങ്കിലും അവർ പറയുന്ന വാക്കിലെ ആത്മവിശ്വാസം കാണാതെ പോകരുത്. ആരാണ് കീർത്തനയ്ക്ക് പിറകിൽ ഇത്ര ആത്മവിശ്വാസം നൽകുന്ന ആ ഒരു വ്യക്തി എന്ന് കണ്ടെത്തിയില്ല എങ്കിൽ ഇന്ന് കീർത്തന അല്ലെങ്കിൽ നാളെ മറ്റൊരാൾ എന്നുള്ളതാണ് വസ്തുത. ഒരാൾ തന്നെ രക്ഷപ്പെടുത്തും എന്ന് തെറ്റിദ്ധരിച്ചിട്ടോ ധൈര്യം കൊണ്ടോ എന്താണ് എന്ന് വ്യക്തമല്ല എങ്കിൽ പോലും അങ്ങനെ ഒരു ധൈര്യം കീർത്തനയ്ക്കുണ്ട് എന്നുള്ളത് കീർത്തനയുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ്. തൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ എടുത്തു നോക്കിക്കോളൂ, താൻ ഒരു തരത്തിലും പണം അത്തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടില്ല, ലോൺ അടയ്ക്കാൻ തെറ്റിയത് കൊണ്ട് തനിക്ക് ഫൈൻ വീണ് കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളുടെ അടക്കം മുന്നിൽ വളരെ ധൈര്യത്തോടെയാണ് കീർത്തന വന്നു നിൽക്കുന്നത്. എന്തായാലും കീർത്തനയുടെ പിന്നിൽ നിന്ന് കളിക്കുന്ന ആ ആൾ ആരാണ് എന്ന് കണ്ടെത്തിയില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇതേപോലുള്ള അധ്യാപകന്മാർ ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത. പലപ്പോഴും ലഹരി മാഫിയ സംഘത്തിലെ നേതാക്കന്മാർ നേതൃനിരകൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പോലീസിന്റെ മുന്നിൽ പിടിക്കപ്പെട്ടാൽ പോലും ഒറ്റുകൊടുക്കില്ല എന്ന് ഉറപ്പുള്ള ആളുകളെ ഇത്തരത്തിൽ ബലിയാടാക്കി ഇറക്കുക എന്നുള്ളതാണ്. അപ്പോഴും യഥാർത്ഥ ആ കറുത്ത കൈകൾ മറഞ്ഞിരിക്കും എന്നുള്ളതാണ് വസ്തുത. ഇവിടെ കണ്ടെത്തേണ്ടുന്നത് അത്തരത്തുകാരെയാണ് എന്നുള്ളത് പ്രത്യേകമായി പറയുന്നു. എന്തായാലും കീർത്തനയിലൂടെയെങ്കിലും ആ പറയുന്ന പ്രധാന ആളിലേക്ക് പോലീസ് ഉടൻ തന്നെ, അന്വേഷണ സംഘം ഉടൻ തന്നെ എത്തട്ടെ എന്നുള്ള പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. കാരണം അധ്യാപികമാർ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ മാതൃകാപരമായിട്ടുള്ള ആളുകളാണ്. നമുക്കറിയാം, വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഒട്ടുമിക്ക സമയവും ചെലവിടുന്നത് ഈ അധ്യാപകർക്കൊപ്പമാണ്. വീട്ടിൽ ചെല്ലുന്ന വൈകുന്നേരങ്ങളിൽ 4-5 മണിക്കൂർ ഒരുപക്ഷെ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കുമായിരിക്കും. ബാക്കിയുള്ള സമയത്ത് ഉറക്കമാണ്. ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയങ്ങളിലൊക്കെ അവർ സ്കൂളുകളിലാണ്, അധ്യാപകർക്കൊപ്പമാണ്. അവർ പറയുന്ന പാഠങ്ങൾ, അവർ പറയുന്ന നിർദ്ദേശങ്ങളാണ് ആ വിദ്യാർത്ഥികൾ അനുസരിക്കുന്നത്. അതുകൊണ്ട് ഒരു അധ്യാപിക ലഹരി മാഫിയ സംഘത്തിന്റെ നേതൃനിരയിലുള്ള ഒരാളാണ് എന്ന് പറയുമ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. ഒന്നല്ല, ഒരേ സമയത്ത് 100ഉം 200ഉം 300-ലധികം വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കാൻ ഒരുപക്ഷെ ഈ അധ്യാപികയെ കൊണ്ട് സാധിച്ചേക്കാം. അതുകൊണ്ട് അധ്യാപികമാരെ ടാർഗറ്റ് ചെയ്ത അധ്യാപികമാരെ പോലും വലയിലാക്കിയിട്ടുള്ള ആ പ്രധാനിയെ കണ്ടെത്തുക എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ പുതിയ ലക്ഷ്യം എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. അതേസമയം ഇപ്പോൾ ഈ കേസുമായി
ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഞെട്ടിക്കുന്ന നിരവധി തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു. വടകര MDMA കേസിൽ പേരാമ്പ്ര BRC മുൻ അധ്യാപിക കീർത്തനയുടെ ബാങ്ക് അക്കൗണ്ട് വഴി 5 മാസത്തിനിടെ 15 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നു എന്നാണ് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇടപാടുകളുടെ പൂർണ്ണ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞെന്നാണ് വിവരം. തന്റെ ബാങ്ക് അക്കൗണ്ടിൽ മൈനസ് ബാലൻസ് ആണ് എന്ന് പറയുന്ന സമയത്താണ് ഈ 15 ലക്ഷം രൂപയുടെ കണക്ക് എന്നുള്ളത് ഓർക്കുക. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പോലീസും എക്സൈസും രജിസ്റ്റർ ചെയ്ത വിവിധ MDMA കേസുകളിലെ പ്രതികളുമായി കീർത്തന നടത്തിയിട്ടുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള തെളിവുകളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നും പുറത്തേക്ക് വരുന്നതിനിടെ കേസുമായി തനിക്ക് യാതൊരു ബന്ധമില്ല എന്നും തന്റെ അക്കൗണ്ട് വഴി പോലീസ് പറയുന്ന തരത്തിലുള്ള ഒരു ഇടപാടും നടന്നിട്ടില്ല എന്നും വളരെ ആത്മവിശ്വാസത്തോടെയാണ് കീർത്തന പറഞ്ഞത്. അക്കൗണ്ട് പരിശോധിച്ചാൽ ഈ കാര്യം മനസ്സിലാകുമെന്ന് പറയുമ്പോൾ പരിശോധിച്ചപ്പോൾ 5 മാസത്തിനിടെ അല്ലെങ്കിൽ 3 മാസത്തിനിടെയൊക്കെ 15 ലക്ഷം രൂപയുടെ ഇടപാട് നടന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നത്. എന്തായാലും അക്കൗണ്ട് ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘം കീർത്തനയെ കാണിച്ചപ്പോൾ വ്യക്തമായ മറുപടിയൊന്നും ലഭിച്ചില്ലെന്നാണ് വിവരം. കേസിലെ മുഖ്യ സൂത്രധാരനെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്ന വയനാട് സ്വദേശി ഷിൻഡോയുടെ നിർദ്ദേശപ്രകാരമാണ് കീർത്തന പ്രവർത്തിച്ചത് എന്നാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. അക്കൗണ്ടിൽ പണം എത്തിയാൽ ഈ കാര്യം കീർത്തന ഷിൻഡോയെ അറിയിക്കാറുണ്ടായിരുന്നു. തുടർന്ന് പണം അയച്ചവർക്ക് ഈ MDMA കൈമാറുന്നതായിരുന്നു രീതി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ചോദ്യം ചെയ്യലിനോട് കീർത്തന പൂർണ്ണമായി സഹകരിച്ചുവെങ്കിലും കേസുമായി ബന്ധപ്പെട്ട ചില നിർണായക കാര്യങ്ങൾ ഇനിയും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ആരാണ് പ്രധാനപ്പെട്ട ആൾ എന്നുള്ളതാണ്. ഇവരുടെയൊക്കെ തലപ്പത്ത് ആരാണ് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയേക്കുമെന്നാണ് സൂചന. 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം കീർത്തനയെ വെള്ളിയാഴ്ച വൈകിട്ട് വീണ്ടും കോടതിയിൽ ഹാജരാക്കി. അതേസമയം പയ്യോളിയിൽ 13.56 ഗ്രാം MDMAയുമാണ് യുവാവ് അറസ്റ്റിലായ കേസിൽ വടകര MDMA കേസിലെ 5ാം പ്രതി ജിജിലിനെ വടകര NDPS കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ജിജിലിനെ പയ്യോളി കേസിലും പ്രതി ചേർത്തത്. വടകര MDMA കേസിൽ റിമാൻഡിൽ കഴിയുന്ന ജിജിലിന്റെ അറസ്റ്റ് വെള്ളിയാഴ്ച പയ്യോളി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്ന് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു. പയ്യോളിയിൽ MDMAയുമായി പിടിയിലായ മുഹമ്മദ് ഇർഫാൻ ജിജിലിന്റെ അക്കൗണ്ടിലേക്കാണ് പണം അയച്ചത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സംഭവവുമായി ബന്ധപ്പെട്ട നേരത്തെ പോലീസ് 2 തവണ ജിജിലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നുവെങ്കിലും അന്ന് ഇയാൾക്കെതിരെ തെളിവുകൾ ലഭിച്ചിരുന്നില്ല. എന്നാൽ വടകര MDMA കേസിൽ ജിജിൻ അറസ്റ്റിലായതോടെ പയ്യോളി പോലീസ് അന്വേഷണം ശക്തമാക്കുകയും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ഇയാളെ കേസിൽ പ്രതി ചേർക്കുകയുമായിരുന്നു. കേസിൽ 2 മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കോഴിക്കോട് റൂറൽ SP മെറിൻ ജോസഫ് വ്യക്തമാക്കി. അന്വേഷണം മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണെന്നും പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണെന്നും SP വ്യക്തമാക്കുന്നു. വടകര MDMA കേസിൽ ഇതുവരെ നടന്ന അറസ്റ്റുകളിലെല്ലാം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നടന്നിട്ടുള്ളത് എന്നും SP വ്യക്തമാക്കി.